ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വോൾ ഹാങ്ങിങ് ആണ്. ഒരു ഈസി വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ 9 സെൻറ്റിമീറ്ററും ഒരു 11 സെൻറ്റിമീറ്ററും ഉള്ളൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു നേവി ബ്ലൂ കളറ് വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, പശ തേക്കുക. എന്നിട്ട് അതിൽ ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കണം. പിന്നെ ഈ റൗണ്ട് ചെയ്യാൻ നേരത്തെ ഇച്ചിരി ഗ്യാപ്പൊക്കെ വന്നാലും കുഴപ്പമില്ല കേട്ടോ. കാര്യം നമ്മൾ അതിൻ്റെ അകത്തായിട്ട് നമ്മൾ ഫ്ലവർ ഒട്ടിക്കും. അപ്പോൾ അധികം ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫുള്ളും ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വുളൻ ത്രെഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോണേന്. അപ്പോൾ അതിനായിട്ട് നീഡിൽ വേണം, ഒരു വലിയ നീഡിൽ തന്നെ വേണം. സ്കെയിൽ വേണം. ഞാൻ 2 കളറാണ് എടുക്കുന്നത്, വെള്ള കളറും പിന്നെ ഒരു പച്ച കളർ ത്രെഡുമാണ് എടുത്തേക്കണം, വുളൻ ത്രെഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, സ്കെയിലിൽ ആദ്യം 2 പ്രാവശ്യം ഒന്ന് കെട്ടിടണം. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കയ്യിലൊന്ന് കെട്ടിട്ടതിന് ശേഷം താഴേക്കാക്കുക. അതുപോലെ തന്നെ വീണ്ടും ചെയ്യണം. അങ്ങനെ ഒരു 40 to 50 ടേൺസ് എടുക്കണം. കണ്ടോ, ഇപ്പോൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ത്രെഡ് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യരുത്. കാരണം നമുക്ക് കെട്ടിടണം. അപ്പോൾ അതിന് സ്കെയിലും ഇങ്ങനെ 3 പ്രാവശ്യം, 4 തവണ ഇതേപോലെ എടുക്കണം. എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ വുളൻ ത്രെഡിലേക്ക് കയറ്റിയിട്ട് ഇതേ ബട്ടൺ ഹോൾ കണ്ടോ, ത്രെഡ് താഴേക്കാക്കി അതിൻ്റെ അകത്തുകൂടി വലിച്ചെടുക്കണം. വീണ്ടും എന്ത് ചെയ്യുക, ത്രെഡ് നീഡിലിൻ്റെ താഴേക്കാക്കി വലിച്ചെടുക്കണം. അങ്ങനെ ഫുള്ള് അതേപോലെ കെട്ടിട്ട് ഇതൊരു കെട്ട് പോലെ ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ സ്കെയിലിൽ നിന്ന് അഴിച്ചെടുത്താലും കെട്ട് പോരില്ല. അപ്പോൾ ഇതുപോലെ മെല്ലെ പതുക്കനെ സ്കെയിലിൽ നിന്ന് അഴിച്ചെടുക്കണം. ഫുള്ളായിട്ട് അഴിച്ചെടുക്കരുത്. ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. കാര്യം ഞാനത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും കിട്ടും കേട്ടോ. കാര്യം ഇത് നമ്മൾ സ്കെയിലിൽ നിന്ന് അഴിക്കുമ്പോൾ ഇങ്ങനെ പിരിയം കോവണി പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേശ്ശായിട്ട് അഴിച്ചെടുത്തിട്ട് അവസാനം ഇങ്ങനെ ചുരുട്ടി എടുക്കണം. എന്നിട്ട് ഇത് വിതർത്തി കഴിയുമ്പോൾ കറക്റ്റ് നമുക്കൊരു പൂവല കിട്ടും. നല്ല ഭംഗിയായിട്ട് അത് കാണാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്തിട്ട് കെട്ടിടണം. നന്നായിട്ട് കെട്ടിടണേ, അല്ലെങ്കിൽ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ കണ്ടാകുമ്പോൾ പൂ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ 2 കളറിലുള്ള പൂവും ചെയ്തെടുക്കണം. നമ്മൾ ഗ്രീനും എടുത്തിട്ടുണ്ട്, വൈറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇനി നമ്മുടെ വൂളൻ റിങ് എടുക്കുക. വൂളൻ റിങ്ങിലേക്ക് എന്ത് ചെയ്യുക, ഈ ഫ്ലവേഴ്സ് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ നേരത്തെ ഞാനിങ്ങനെ ഇടവിട്ടാണ് വെക്കുന്നത്. വൈറ്റ് വെച്ചിട്ട് പിന്നെ ഗ്രീൻ വെക്കണം, അങ്ങനെ വെക്കണം. പിന്നെ ഞാൻ ഒട്ടിച്ച് വെക്കണം ഫെവിക്കോൾ വെച്ചിട്ടാണ്. പക്ഷേ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് ഒട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറിച്ച് കളഞ്ഞിട്ട് പറഞ്ഞിങ്ങ് പോകുന്നു. അപ്പോൾ ഞാൻ ഇവിടെ മറ്റേ ഗ്ലൂ ഗൺ ഉണ്ടായിരുന്നുകൊണ്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലയെന്നുണ്ടെങ്കിൽ പേപ്പറിൽ ഒട്ടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസൽ ഉണ്ടാക്കണം. അതിനായിട്ട് ഇതേ 30 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. എടുത്തിട്ട് എന്ത് ചെയ്യാം, നല്ലപോലെ കെട്ടിടുക. അറ്റത്തായിട്ട് കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യണം, കത്രിക വെച്ചിട്ട് അത് മുറിക്കണം. കത്രിക വെച്ച് മുറിച്ചിട്ട് പിന്നെ അതിലിങ്ങനെ ഏറിയും കുറഞ്ഞൊക്കെ നിൽക്കും. കറക്റ്റ് ഒരു ഷേപ്പിലായിരിക്കും അത് ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ അറ്റം കെട്ടാൻ അറ്റത്ത് കെട്ടാനായിട്ട് ഒന്നുകിൽ എക്സ്ട്രാ ത്രെഡ് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് എടുത്തിട്ട് കിട്ടിയാൽ മതി. അങ്ങനെ 3 എണ്ണം വേണം. 3 എണ്ണം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോം എടുത്തിട്ടുണ്ട്, ഒരു ചെറുത്. പിന്നെ അത് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു മണ്ണുള്ളൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. 7 സെൻറ്റിമീറ്ററും ഒരെണ്ണം 23 സെൻറ്റിമീറ്ററും. അതിൻ്റെ ആദ്യത്തെ നീളമുള്ള ത്രെഡില്ലേ, അത് നമുക്ക് നടുക്ക് കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് 2 ത്രെഡും കൂടി ഉണ്ട്. ഒരു ചെറിയ ത്രെഡും ഉണ്ട്, ഒരു വലിയ ത്രെഡും ഉണ്ട്. ഒരു ചെറിയ ത്രെഡ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക, 2 സൈഡിലായിട്ട് കുറച്ച് നീക്കി കെട്ടി കൊടുക്കണം. അതിൻ്റെ നടുക്കത്തേലാണ് ഞാൻ പോംപോം വെക്കണത്, ബാക്കിയിൽ വെക്കണില്ല. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് അതിലേക്ക് തന്നെയാണ് നമ്മുടെ ടെസലും കൂടി ഫിക്സ് ചെയ്യാൻ പോണത്. എന്നിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അറ്റത്തായിട്ട് ഒരു കെട്ടും കൂടി ഇടണം. കെട്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഉരിപ്പാനിരിക്കാനായിട്ട് നമ്മൾ ത്രെഡിൻ്റെ അടിയിൽ കെട്ടിടണം. എന്നിട്ട് നടുക്കായിട്ട് ഞാനൊരു വൈറ്റ് പേളും കൂടി കൊടുക്കുന്നുണ്ട്. വൈറ്റ് പേളും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോൾ ഹാങ്ങിങ് റെഡിയായി. അപ്പോൾ ഈ വോൾ ഹാങ്ങിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.